രാം നാരായൺ റാം. ഭാരതം ആത്മീയ ശക്തിയാണ്. അതിൻ്റെ വഴി അത് എല്ലാവരെയും അതുമായി ബന്ധിപ്പിക്കാൻ കഴിയും. എന്നാൽ അതിനായി ആവശ്യമാണ് നമുക്ക് നമ്മളേറെ തിരിച്ചറിയണം. നമ്മുടെ ആന്തരിക ശബ്ദം കേൾക്കണം. നമ്മളൊക്കെയും 5 തത്വങ്ങളിൽ നിന്നാണ് നിർമ്മിതമായത്. നമ്മുടെയൊക്കെയും സമാനമായ മനസ്സും ഹൃദയവുമുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നാം ധനാത്മകത ഉണ്ടാക്കുന്നുവോ നിസ്സാരതയോ എന്നത് നമ്മുടെ താൽപ്പര്യത്തിലും തീരുമാനം ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ പരസ്പരം മനസ്സുകൊണ്ട് നല്ലത് ചെയ്യണമെന്ന ഉദ്ദേശം പുലർത്തുന്നുവോ എങ്കിൽ മോശമായതോ? ഒരാളൊരു താൽപ്പര്യത്തിലേക്ക് പതിക്കുമ്പോൾ എതിരാളിക്ക് എത്ര വേദന നൽകുന്നു എന്നത് അവൻ കാണാറില്ല. ഇത്തരം മനോഭാവങ്ങളിൽ നിന്നുമാണ് നമ്മൾ വിട്ടുനിൽക്കേണ്ടത്. പ്രകൃതിയെപ്പോലെ എല്ലാവരെയും സമഭാവനയോടെ കാണണം. പ്രകൃതിക്ക് ഒരിക്കലും വ്യത്യാസമില്ല. അതുപോലെ നമുക്കും ഈ നയം പിന്തുടക്കണം. പ്രകൃതിയിലൂടെ നമുക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ട്. ജീവിതം സമ്പൂർണ്ണമാക്കാൻ 14 അത്യന്താവശ്യമായതൊക്കെയും. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ വിവേകവും ബോധവുമുണ്ട്. മനസ്സിലുള്ള വിവേകവും ബോധവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായ ജ്ഞാനത്തെ അനുഭവിക്കാൻ കഴിയും. ശരിയായ ജ്ഞാനം ലഭിക്കുമ്പോൾ വിജയത്തിലേക്കുള്ള വഴികൾ നിനക്ക് കാണാവുന്നതാകും. ആ വഴിയിലൂടെയല്ലോ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഈ ലോകത്തുള്ളതൊക്കെ ആകാശത്തിൻ്റെ അനുഗ്രഹമാണ്. ആകാശത്തിലൂടെ ലഭിച്ച ഊർജം കൊണ്ടാണ് പ്രകൃതിയുടെ സൃഷ്ടിയും. അതിൽ നിന്നാണ് നമ്മളൊക്കെയും രൂപം കൊണ്ടത്. പ്രകൃതിയില്ലാതെ നമുക്ക് ശ്വാസമെടുക്കാൻ കഴിയുമോ? അതില്ലാതെ നമ്മൾ ജീവിക്കാൻ കഴിയുമോ? ആകാശത്തിലാണ് നക്ഷത്രങ്ങളും താരകങ്ങളും ഉള്ളത്. സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ പോലും ആകാശത്തിലുണ്ട്. സൃഷ്ടി തുടങ്ങുമ്പോൾ അതൊരു അണുവത്രേ ആയിരുന്നു. എന്നാൽ സമയം പോകെ അതിൻ്റെ വികസനവും വലിപ്പവും വർദ്ധിച്ചു. ആകാശത്തിൻ്റെ ഊർജം കൊണ്ടാണ് നമ്മുടെ മനസ്സും വിവേകവുമുണ്ടായത്. ഈ വിവേകവും ബോധവുമാണ് നമ്മെ ശരിയായ ജീവിതം നയിക്കാൻ സഹായിക്കുന്നത്. ഈ വിവേകം തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മെ ജാഗ്രതപ്പെടുത്തുന്നു. അതും ശരി തെറ്റ് തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിരിക്കാം. പ്രകൃതി എല്ലായ്പ്പോഴും ക്രമാനുസൃതമായി സഞ്ചരിക്കുന്നു. ഈ ക്രമമാണല്ലോ എല്ലാം ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നത്. ആകാശത്തെ എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സമന്വയത്തോടെ സഞ്ചരിക്കുന്നു. ഒരുമേൽ കൊളീഷൻ ഉണ്ടായിട്ടില്ല. കാരണം അവ ഏകനിയമങ്ങൾ പാലിക്കുകയാണ്. ആകാശത്തിൽ ഒരിക്കലും വ്യത്യാസമോ ദ്വേഷമോ കാണുന്നില്ല. എന്നാൽ ഭൂമിയിൽ എങ്ങനെ മനുഷ്യർ തമ്മിൽ വൈരാഗ്യം, ദ്വേഷം, അസൂയ തുടങ്ങിയവ കാണിക്കുന്നു. മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മനുഷ്യർ തമ്മിൽ വ്യത്യാസം കാണിക്കുന്നു. നാം പ്രകൃതിയെയും ആകാശത്തെയും പോലെ സദാചാരമുള്ള ജീവിതം എങ്ങനെ നയിക്കാമെന്നുള്ളത് പഠിക്കേണ്ടതില്ലേ? ജീവിതം ഒരു ക്രമത്തിൽ നയിക്കണം. പ്രകൃതിയും ആകാശവുമാണ് നമുക്ക് എല്ലാം നൽകിയിരിക്കുന്നത്. അതിനേക്കാൾ വലിയതൊന്നുമില്ല. നിങ്ങളും നിങ്ങളുടെ ജീവിതം ഒരു നിയമത്തോടെ നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടനെ രാം നാരായൺ റാം എന്ന നാമത്തിൽ ബന്ധപ്പെടണം. ഈ ബീജമന്ത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാർത്ഥകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്നുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാമത്തെ ചൊല്ലി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി കഴിഞ്ഞു. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ രാം നാരായൺ റാം എന്ന നാമം ജപിക്കുക. പതിയെ പതിയെ ഈ നാമം നിങ്ങളുടെ ശ്വാസങ്ങളുമായി ചേർന്നു പോകും. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും അത് നിലകൊള്ളും.